ബാലിയിലെ ഒരു കല്യാണ വീട്ടിലെ ചടങ്ങുകളൊക്കെ പകർത്തിയ ശേഷം ഞാൻ വയാൻ്റെ കാറിലേക്ക് ചെന്ന് കയറി. യാത്ര തുടരണം ബാലിയുടെ ഉൾനാടുകളിലൂടെ. ഒരു ചരിത്ര മ്യൂസിയം പോലെ ഒരുങ്ങിയിരിക്കുന്ന ബാലിയുടെ ഉൾനാടുകൾ, ഗ്രാമങ്ങൾ. നമ്മളൊരു ടൈം മെഷീനിൽ കയറി 100-150 വർഷം പിന്നിലേക്ക് യാത്ര ചെയ്ത് ഒരു നാട്ടിലെത്തിയതുപോലെയാണ് ബാലിയുടെ ഉൾനാടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തോന്നുക. ഒരു ഗ്രാമം പിന്നിട്ടാൽ പിന്നെ കാണുന്നത് ദീർഘദൂരം വയലേലകളാണ്. പിന്നെ അതിൻ്റെ ഓരത്തെ പുരാതനമായ ക്ഷേത്രങ്ങൾ, അതിൻ്റെ ഗോപുരങ്ങൾ, പിന്നെയും അടുത്ത വീട് നെൽവയലുകൾ. നെൽവയലുകൾ നിറഞ്ഞൊരു നാട് തന്നെയാണ് ബാലി. ബാലിക്കാരുടെ പ്രധാന ഭക്ഷണം അരിയായതുകൊണ്ടുകൂടിയാവാം നെല്ലാണ് പ്രധാന കൃഷി. ഈ ക്ഷേത്രങ്ങളൊക്കെ കാണുമ്പോൾ എത്ര വർഷം മുമ്പ് നിർമ്മിച്ചതാണെന്ന് നമുക്കൊരു ഐഡിയയും കിട്ടില്ല. വീണ്ടും നെൽവയലുകൾ. ബാലിയിലൂടെയുള്ള ഈ യാത്രയിൽ ഒരിടത്തും കൃഷി നടക്കാത്ത നെൽവയലുകൾ നമ്മൾ കണ്ടിട്ടേയില്ല. വളരെ രസകരങ്ങളായ നിരവധി ആചാരങ്ങളുള്ള ഒരു നാട് കൂടിയാണ് ബാലി. ഇവർക്ക് വിചിത്രമായ ചില ദിവസങ്ങളുണ്ട്. നേപ്പി എന്നും ഞെപ്പി എന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു ദിവസമുണ്ട് ബാലിയിൽ. ബാലിക്കാരുടെ ശകവർഷത്തിൻ്റെ ആരംഭ ദിവസമാണെന്ന്. അന്ന് ബാലിയിൽ ആരും സംസാരിക്കില്ല. ലോകത്തെവിടെയും ഒരു ദ്വീപ് മുഴുവൻ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംസ്ഥാനം മുഴുവൻ ഒരു ദിവസം നിശബ്ദമായി തീരുന്ന ഒരു ആചാരം വേറെ എങ്ങുമില്ല. ഞെപ്പി ദിനത്തിൽ ആരും ഉറക്കെ സംസാരിക്കാനോ ഒച്ചയിടാനോ വാഹനങ്ങൾ ഓടിക്കാനോ പാടില്ലെന്നാണ് നിയമം. ജനങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക പോലുമില്ല. വീട്ടിൽ അടുപ്പ് കത്തിക്കുകയില്ല. തലേദിവസം രാത്രി പാചകം ചെയ്തു വെച്ച ഭക്ഷണമാണ് പിറ്റേന്ന് പുലർച്ചെ വരെ അവർ കഴിക്കുക. നമ്മളിപ്പോൾ കടന്നു പോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് വയാൻ പറയുന്നത്. ഗുവാ ഗജ എന്നാണത്രേ ഈ സ്ഥലത്തിൻ്റെ പേര്. ഗജം ആന. അവിടെ ഒരിടത്ത് വഴിയോരത്ത് വലിയൊരു വയൽ കണ്ടപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തി ഇറങ്ങി. ഞാൻ വയലിലേക്ക് ഇറങ്ങിച്ചെന്നു. ഗ്രാമത്തിൻ്റെ പിൻഭാഗത്താണ് വയൽ. കൊതി തോന്നുന്ന വയൽ. വയലിന് നടുവിലെ വരമ്പിലൂടെ ബൈക്കിൽ ചില യുവാക്കളൊക്കെ കടന്നു പോകുന്നുണ്ട്. നെൽകൃഷി ബാലിനീസ് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ചിട്ടയായ രീതിയിൽ നെൽകൃഷി നടന്നു വന്നിരുന്ന ദ്വീപാണ് ബാലി. ഇവിടുത്തെ ഹൈന്ദവ പാരമ്പര്യത്തിലും നെൽകൃഷിക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ട്. ബാലിയിലെ പല ഉത്സവങ്ങളും നെൽകൃഷിയുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. ഇന്തോനേഷ്യയുടെ പല ഭാഗങ്ങളിലും ആധുനികമായ ശാസ്ത്രീയ രീതികൾ നെൽകൃഷിയിൽ അവലംബിച്ചിട്ടുണ്ടെങ്കിലും ബാലിയിലെ കർഷകർ തങ്ങളുടെ പാരമ്പര്യ രീതികൾ പിന്തുടരാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാലിയിൽ വിളയുന്ന അരിക്ക് ഇന്തോനേഷ്യയിൽ എവിടെയും വലിയ ഡിമാൻഡാണ്. രാസവളങ്ങളും കീടനാശിനികളും ഒന്നും ഉപയോഗിക്കാതെയാണ് ഇവിടെ നെല്ല് കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ നെൽപ്പാടങ്ങളിൽ എവിടെയും ചെറിയ അരുവികളിലൂടെ വെള്ളം കൊണ്ടുപോകുന്ന കാണാം. ഇതിന് സുബക് ഫാമിംഗ് സിസ്റ്റം എന്നാണ് പറയുക. ഓരോ നെൽപ്പാടത്തിലേക്കും കൃത്യമായ അളവിലും തുല്യമായ അളവിലും വെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് സുബക് ഫാമിംഗ്. വരമ്പിലൂടെ ഗ്രാമീണർ ബൈക്കുമായിട്ട് കടന്നു പോകുന്ന ഇടയ്ക്കിടയ്ക്കെല്ലാം കാണാം. ഈ പാടത്തിൻ്റെ അങ്ങേക്കരയിൽ നിരവധി ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളിലെ ആളുകൾ പട്ടണത്തിലേക്ക് വരുന്നത് ഇത്തരം വരമ്പുകളിലൂടെയാണ്. സുബക് എന്ന് പറയുന്ന ജലസേചന സംവിധാനമാണ് ബാലിയിലെ നെൽകൃഷിയുടെ അടിസ്ഥാനം തന്നെ. 9-ാം നൂറ്റാണ്ട് മുതൽ ഈ സമ്പ്രദായം ഇവിടെ നിലവിലുണ്ട്. ജലത്തിൻ്റെ വിതരണം എല്ലാ വയലുകളിലേക്കും ഒരുപോലെ ആകണമെന്നതാണ് സുബക് സമ്പ്രദായത്തിൻ്റെ സവിശേഷത. ഒരു കർഷകനും ഇക്കാര്യത്തിൽ കള്ളം കാണിക്കില്ല. സ്വാർത്ഥതയോടെ ജലം തൻ്റെ വയലിലേക്ക് തിരിച്ചു വിടുകയില്ല. അന്യൻ്റെ കൃഷിയിടത്തിലെ ജലം മോഷ്ടിക്കുകയില്ല. അരുവികൾ, തടാകം, നദികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ജലം ചെറിയ കനാലുകളിലൂടെ ഓരോ കർഷകൻ്റെയും വയലിലേക്ക് കൃത്യമായ അളവിലെത്തിക്കുന്ന സമ്പ്രദായമാണ് സുബക്. ഇത് നടപ്പാക്കുന്ന കർഷകരുടെ സമിതിയുടെ പേരും സുബക് എന്ന് തന്നെയാണ്. ഒരു പ്രദേശത്ത് വയലുകളുള്ള കർഷകരായിരിക്കും സുബക് സമിതിയിലെ അംഗങ്ങൾ. ബാലിയിൽ ഇപ്പോൾ 1200 സുബക്കുകളുണ്ടെന്നാണ് കണക്ക്. 1,00,000 ഹെക്ടർ നെൽവയലുകളിലേക്കുള്ള ജലസേചന സംവിധാനം നിയന്ത്രിക്കുന്നത് അവരാണ്. വയലിൽ നിന്ന് തിരികെ നമ്മൾ ഗുവാഗജ പട്ടണത്തിലേക്ക് കയറി ചെന്നു. അവിടുത്തെ ചില വീടുകളൊക്കെ വിചിത്രമായ രൂപഭാവങ്ങളാണ്. ഇതൊരു മ്യൂസിയമാണോ വീടാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. വീണ്ടും കാറിൽ കയറി ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ ബാലിയിലെ ഉൾനാടുകളിലെ ചില ഗ്രാമങ്ങളിൽ നടക്കുന്ന കരകൗശല നിർമ്മാണ കേന്ദ്രങ്ങളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മാസ് വില്ലേജാണ്. മാസ് തടിയിൽ കൊത്തുപണി നടത്തുന്നവരുടെ ഒരു ഗ്രാമമാണ്. നിരവധി ഫാക്ടറികളിലും വീടുകളിലുമായി തടിയിൽ ശില്പങ്ങൾ കൊത്തിയെടുക്കുന്ന ആളുകളുടെ ഒരു ഗ്രാമമാണ് മാസ്. ഈ മാസ് ഗ്രാമത്തിൻ്റെ പ്രധാന അങ്ങാടിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ രണ്ടു വശത്തും കാണുന്നതെല്ലാം തടിയിൽ കൊത്തുപണി നടത്തുന്നവരുടെ സ്ഥാപനങ്ങളാണ്. തടിയിൽ നിർമ്മിച്ച ശില്പങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുന്നിൽ വയാൻ കാർ കൊണ്ടുപോയി നിർത്തി. ഇവിടെ സാധാരണയായി ടൂറിസ്റ്റുകൾ തടി ശില്പങ്ങൾ വാങ്ങാൻ വരുന്നൊരു ഷോറൂമാണ്. അതിൻ്റെ തിണ്ണയിൽ ശില്പം മെനയുന്നവരെന്ന വ്യാജേന 2 പേരങ്ങനെ അലസമായിട്ടിരിക്കുന്നുണ്ട്. ഇവർ കലാകാരന്മാർ തന്നെയാണ്, പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഡെമോൺസ്ട്രേറ്റേഴ്സാണ്. കയറി വരുമ്പോഴേ തടിയിൽ ശില്പം നിർമ്മിക്കുന്നതിൻ്റെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ അവിടെ ഇരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അവർ പക്ഷേ യഥാർത്ഥ കലാകാരന്മാർ തന്നെയാണ്.
കൊത്തുന്നത് കൃത്യമായിട്ട് തന്നെയാണ്. ഇദ്ദേഹം ഈ കൊത്തിയെടുക്കുന്നത് ലക്ഷണം വെച്ച് നോക്കിയിട്ട് ശ്രീരാമനും സീതാദേവിയുമാണെന്ന് എനിക്ക് തോന്നുന്നു. വേറൊരാൾ ശ്രീബുദ്ധ ഭഗവാനെയാണ് കൊത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനഘട്ട മിനുക്കുപണികളാണ് അദ്ദേഹം. വളരെ സൂക്ഷ്മത വേണ്ട ജോലി. ഞാൻ ആ മരശില്പ ഷോറൂമിൻ്റെ അകത്തേക്ക് കയറി ചെന്നു. കയറി ചെല്ലുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ്. അതിഗംഭീരങ്ങളായ ശില്പങ്ങൾ. ബാലിക്കാരുടെ കരവിരുതിൻ്റെ നൈപുണ്യത്തെക്കുറിച്ച് ഞാൻ വിവരണങ്ങളൊന്നും നൽകുന്നില്ല. നിങ്ങൾ ഈ ഓരോ ശില്പവും കണ്ടു നോക്കുക. അതിൻ്റെ പെർഫെക്ഷൻ കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക. വിലയിരുത്താനുള്ള അവസരം പ്രേക്ഷകർക്ക് വിട്ടുതരികയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗണേശ ശില്പമുണ്ട്. ഇന്ത്യൻ പുരാണങ്ങളിലെ വിവിധ കഥാപാത്രങ്ങളുണ്ട്. യവന കഥാപാത്രങ്ങളുണ്ട്. കൂടാതെ ബാലീനീസ് കഥകളിലെ കഥാപാത്രങ്ങളുടെ ശില്പങ്ങളുണ്ട്. ഇതെല്ലാം അവിടെയുണ്ട്. നിരവധി ഭാവങ്ങളിലുള്ള ബുദ്ധശില്പങ്ങളും അവിടെ കാണാം. കൂടാതെ നർത്തകന്മാരുടെ ശില്പങ്ങളുണ്ട്. അതെല്ലാം ബാലീനീസ് കലാരൂപങ്ങളുടെ അവതരണങ്ങളാണ്. ഞാൻ ഈ ഓരോ ശില്പത്തെക്കുറിച്ചും ഇനി വിവരിക്കുന്നില്ല. നിങ്ങളിതിനെ കാണുക. ഇതിൽ പലതും ഒറ്റത്തടിയിൽ കൊത്തിയെടുത്തതാണ്. എത്രയോ നാളത്തെ അധ്വാനമായിരിക്കണം ഓരോ കലാകാരനും ഇതിന്മേൽ ചെലവഴിച്ചിട്ടുണ്ടാവുക. ഇന്ത്യയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു കുറച്ച് പെൺകുട്ടികൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർ കലപില വർത്താനവും പറഞ്ഞ് നടക്കുന്നു. നമ്മുടെ തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും കാണുന്ന തരം ശില്പങ്ങളും ഇവിടെയുണ്ട്. ചില വന്യമൃഗങ്ങളുടെ ശില്പങ്ങളും പെർഫെക്ഷനോടെ കൊത്തിവെച്ചിട്ടുണ്ട്. ദേവനർത്തകിമാരുടെ ശില്പങ്ങളാണ് വേറെ ചിലത്. ഈ ശില്പം സീതാരാമന്മാരുടേതാണോ രാധാകൃഷ്ണന്മാരുടേതാണോ എന്നറിയില്ല. ഈ കെട്ടിടത്തിൻ്റെ പല നിലവറകളിലേക്ക് നമുക്ക് പോകാം. അവിടെയും വളരെ ഗംഭീരങ്ങളായ കലാസൃഷ്ടികൾ നിരത്തി വെച്ചിട്ടുണ്ട്. ചിലത് മാസ്കുകളാണ്, ട്രഡീഷണൽ മാസ്കുകൾ. മറ്റു ചിലതിൻ്റെ കളർ സ്കീമാണ് ഗംഭീരം. ഇത് വിഷ്ണുവാഹനമായ ഗരുഡൻ്റെ ശില്പമാണ്. കുറേയേറെ ചെറിയ ശില്പങ്ങൾ ഒരു ഭാഗത്ത്. ഒറ്റത്തടിയിൽ കൊത്തിയെടുത്ത കൂറ്റൻ ശില്പങ്ങളുണ്ട് വേറെ ചില ഭാഗങ്ങളിൽ. ആ ഷോറൂമിൽ ആകെ മുഴങ്ങി കേൾക്കുന്നത് നമ്മളുടെ തമിഴ് പെൺകുട്ടികളുടെ കലപില ശബ്ദമാണ്. മറ്റുള്ള ടൂറിസ്റ്റുകളൊന്നും അധികം ശബ്ദം ഉണ്ടാക്കുന്നില്ല. അത്ഭുതകരങ്ങളായ ശില്പങ്ങൾ. ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന വിഷ്ണുവിൻ്റെ ശില്പമാണ് ഈ കാണുന്നത്. ഗരുഡനും വിഷ്ണുവും ഒക്കെ ഈ ബാലിയിലെ പല സ്ഥലങ്ങളിലെയും ശില്പങ്ങൾക്ക് വിഷയങ്ങളാണ്. ആകാശം മുട്ടുന്ന കൂറ്റൻ ശില്പങ്ങൾ വരെ ഇവരുണ്ടാക്കിയിട്ടുണ്ട്, ഗരുഡനെയും വിഷ്ണുവിനെയും ചേർത്ത്. ഒറ്റത്തടിയിൽ കൊത്തിയെടുത്ത ഗണേശൻ്റെ ഒരു 1.5 പൊക്കമുള്ള ശില്പമാണ് ഈ വെച്ചിരിക്കുന്നത്. ഗംഭീര ശില്പം. മനോഹരങ്ങളായ ഗണേശ ശില്പങ്ങൾ നിരവധിയുണ്ട് ഒരു സ്ഥലത്ത്. ആ ഭാഗത്ത് വെച്ചിരിക്കുന്ന മുഴുവൻ ഗണേശ ശില്പങ്ങളാണ്. വളരെ വ്യത്യസ്തങ്ങളായ ഗണേശ ശില്പങ്ങൾ. ഭാരതീയ വിശ്വാസങ്ങളിലെ ദേവീദേവന്മാരാണ് മിക്കവാറും ശില്പങ്ങളിലെയും വിഷയം. അതിമനോഹരങ്ങളായ നഗ്നശില്പങ്ങളുമുണ്ട് ആ കൂട്ടത്തിൽ. ഇത് വാങ്ങിക്കൊണ്ട് പോയേ പറ്റൂ എന്ന് നമ്മളെ കൊതിപ്പിക്കുന്ന മട്ടിലുള്ള ശില്പങ്ങളാണ് പലതും. ഞാൻ ആ ശില്പങ്ങളുടെ ഷോറൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അടുത്ത പുരയിടത്തിലേക്ക് നടന്നു. ഈ ബാലിയിൽ ജനിച്ചവരെല്ലാം കലാകാരന്മാരാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഞാൻ തൊട്ടടുത്ത് തന്നെയുള്ള വലിയൊരു യാർഡിലേക്ക് കയറി ചെന്നു. പഴയൊരു കെട്ടിടം. അതിൻ്റെ മുറ്റത്ത് മുഴുവൻ മരക്കുറ്റികളോ മരത്തിൽ പാതി പണി തീർത്തു വെച്ച ശില്പങ്ങളോ ഒക്കെയാണ്. 100 കണക്കിന് ശില്പങ്ങൾ. ചിലത് പഴകിപ്പോയിരിക്കുന്നു, ചിലത് അടുത്ത കാലത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്, പോളിഷിങ്ങിൻ്റെ പല ഘട്ടങ്ങളിലെത്തിയത്, അവസാന ഘട്ട മിനുക്കുപണികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഇങ്ങനെ നിരവധി ശില്പങ്ങൾ. ഞാൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ അധികം പേരെ കണ്ടില്ല. ഒരു സ്ത്രീ അവിടെ ഇരുന്ന് മിനുക്കുപണികളൊക്കെ നടത്തുന്നുണ്ട്. പരസ്പര ബന്ധമില്ലാത്ത വ്യത്യസ്ത തീമുകളിലുള്ള അത്ഭുതപ്പെടുത്തുന്ന നിരവധി ശില്പങ്ങൾ. ഞാൻ അതിലൂടെ ചുറ്റി നടക്കുകയാണ്. വലിയ വൃക്ഷങ്ങളുടെ വേരുപടലങ്ങളിലാണ് വലിയ കഥകൾ തന്നെ മെനഞ്ഞു വെച്ചിരിക്കുന്നത്. വലിയ നോവലുകൾ തന്നെ, അല്ലെ എപ്പിക്കുകൾ തന്നെ. ഒരു കലാകാരൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അയാൾ ഒരു ചെയിൻസോ കൊണ്ട് ഒരു ശില്പം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സാന്നിധ്യം പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നോക്കി. വളരെ ഫ്രണ്ട്ലിയാണ്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചിത്രീകരിക്കുന്നതൊക്കെ. നേർത്ത ഉളി കൊണ്ട് ശില്പം മെനയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളെങ്കിൽ ഇയാളൊരു കണ്ടാമൃഗത്തിൻ്റെ ശില്പത്തെ വളരെ ലാഘവത്തോടെ ഒരു ചെയിൻസോ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് പ്രതിഭ എന്നൊക്കെ നമ്മൾ വിളിക്കേണ്ടത്, അല്ലേ? ഇയാളെയൊക്കെ അക്ഷരം തെറ്റാതെ കലാകാരനെ വിളിക്കാം. നോക്കിയേ, ചെയിൻസോ കൊണ്ട് ഒരു കണ്ടാമൃഗത്തെ സൃഷ്ടിച്ചെടുക്കുന്ന വിദ്യ. ഞാൻ കുറേ നേരം അത്ഭുതത്തോടെ കണ്ടു നിന്നു. ഇയാൾക്കൊക്കെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് വേണം പോരാൻ എനിക്ക് തോന്നി.
ഇയാളിത് പണി തീർത്തിരുന്നെങ്കിൽ ഇത് വാങ്ങിക്കൊണ്ട് പോകണമെന്ന് എനിക്ക് തോന്നി അവിടെ വന്നപ്പോൾ തന്നെ. വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള കൊതി കൊണ്ടല്ല, ഇയാളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. ഞാനിതിങ്ങനെ കണ്ടു നിൽക്കുന്നതും ഷൂട്ട് ചെയ്യുന്നതും ഒന്നും പുള്ളിക്ക് തടസ്സമല്ല. അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഏകാഗ്രതയോടെ അയാൾ ആ ചെയിൻസോയുടെ ആ വന്യമായ മുരളിലൂടെ ഒരു ശില്പത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരല്പം തെറ്റിപ്പോയാൽ ഇതുവരെ പണിതെല്ലാം വേസ്റ്റാകും. ആ കൈയുടെ ചലനം അല്പം ഒന്ന് മാറിപ്പോയാൽ, അല്ലെങ്കിൽ ആ ചെയിൻസോ അല്പം ഒന്ന് വെട്ടിത്തിരിഞ്ഞാൽ ഇതുവരെ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു പോകും. പക്ഷേ അയാളുടെ കോൺഫിഡൻസ്, അയാളുടെ പരിചയസമ്പത്ത്, അയാളുടെ പ്രതിഭ ഒരു കുഴപ്പമുണ്ടാകാതെ ആ ശില്പം പൂർത്തിയായിക്കൊണ്ടിരിക്കാൻ അയാളെ സഹായിക്കുകയാണ്. ഏകാഗ്രമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ജോലിക്ക് എൻ്റെ സാന്നിധ്യം തടസ്സം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ ആശങ്ക. അതുകൊണ്ട് തന്നെ അധിക നേരം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വെയിൽ കൊണ്ട് നരച്ചു പോയ ചില ശില്പങ്ങൾ അവിടെയുണ്ട്. ആളുകൾ എന്തെങ്കിലും വന്ന് വാങ്ങിക്കൊണ്ടു പോകുമെന്ന പ്രതീക്ഷയിലാണ് ഈ ശില്പങ്ങളൊക്കെ ഇവിടെ കാത്തിരിക്കുന്നത്. ഈ ശില്പങ്ങളൊന്നും ബാലിയിലെ ഏതെങ്കിലും ഒരു വീടിനെ അലങ്കരിക്കാനുള്ളതല്ല. അങ്ങ് അമേരിക്ക മുതൽ കിഴക്കേ അറ്റത്തുള്ള ജപ്പാൻ വരെയുള്ള ഏതോ ഒരു വിദേശ നാട്ടിൽ അവരുടെ വലിയ ബംഗ്ലാവുകളെ അലങ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഇതൊക്കെ. ഇന്നല്ലെങ്കിൽ നാളെ ഈ ശില്പങ്ങളെല്ലാം കപ്പൽ കയറും. അതിനു മുമ്പായിട്ട് ഇതിൻ്റെയൊക്കെ ഫൈനൽ ടച്ചിങ്ങും പോളിഷിങ്ങും പൂർത്തിയാവും. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഞങ്ങൾ കാറിൽ കയറി യാത്ര തുടരുമ്പോൾ വഴിയോരങ്ങളിൽ കാണുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള ഷോറൂമുകളാണ്, അല്ലെങ്കിൽ പണിശാലകളാണ്, പാതിയെത്തിയ ശില്പങ്ങളാണ്. കൂടാതെ അതിമനോഹരങ്ങളായ ബംഗ്ലാവുകളാണ്, മ്യൂസിയങ്ങളാണ്, ശില്പങ്ങളുടെ ഷോറൂമുകളാണ്. ഇതെല്ലാം പിന്നിട്ട് മാസ് വില്ലേജിലൂടെ യാത്ര തുടരുമ്പോൾ ഇങ്ങനൊരു അത്ഭുത നാട് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ജംഗ്ഷനുകളുടെ മധ്യത്തിൽ വെച്ചിരിക്കുന്നത് പോലും ശില്പങ്ങൾ. വഴിയോരങ്ങളിലെ കെട്ടിടങ്ങളും ക്ഷേത്രങ്ങളും പോലും ശില്പസമൃദ്ധം. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ബാലിയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നിലേക്കാണ്, ബാത്തുവാൻ ക്ഷേത്രത്തിലേക്ക്. ബാത്തുവാൻ ക്ഷേത്രത്തിൻ്റെ പാർക്കിങ്ങിൽ കൊണ്ടുപോയി വണ്ടിയിട്ടു. അവിടെ വലിയൊരു കെട്ടിടമുണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് ബിൽഡിങ്. ഇവിടുന്ന് നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുമ്പോൾ ഉടുക്കാനുള്ള വസ്ത്രം തരും, മേൽവസ്ത്രം. അതുടുത്തുകൊണ്ട് വേണം പോകാൻ. ഞാനതൊരെണ്ണം വാങ്ങി ഉടുത്തു. ഇവരൊക്കെ ഉടുത്തു പോകുന്ന പോലെ തന്നെയാണ് ഞാനും ഉടുത്തിരിക്കുന്നത്. ഇനി റോഡിൻ്റെ മറുവശത്തുള്ള ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത്. റോഡിനെ ക്രോസ് ചെയ്ത് വേണം മറുവശത്തെ ക്ഷേത്ര കോംപ്ലക്സിലേക്ക് കയറാൻ. നിരന്ന് നീങ്ങുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്തി ടൂറിസ്റ്റുകൾക്ക് സുഗമമായിട്ട് റോഡ് ക്രോസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്ന വോളണ്ടിയർമാർ അവിടെയുണ്ട്. മുണ്ടുടുത്ത വിദേശ ടൂറിസ്റ്റുകളൊക്കെയാണ് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഞാൻ ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ട് കടന്ന് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഗംഭീര നിർമ്മിതികളാണ്, കലാപൂർണതയുള്ള നിർമ്മിതികൾ. പുല്ലും ചുടുകട്ടയും ചേർന്ന് നിലം ഒരുക്കിയിരിക്കുന്ന ആ രീതി തന്നെ എത്ര കലാപരമായിട്ടാണെന്ന് കാണുക. പ്രേക്ഷകർ ഇവിടുത്തെ ഓരോ നിർമ്മിതിയുടെയും സൂക്ഷ്മാംശങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ബാലിയിലെ ലാൻഡ്മാർക്കുകളിലൊന്നായിട്ട് കണക്കാക്കപ്പെടുന്ന ക്ഷേത്രമാണ് ബത്തുവാൻ ടെമ്പിൾ. വലിയ ചരിത്രമുള്ളൊരു ക്ഷേത്രമാണിത്. 1000-ലധികം വർഷങ്ങളായി കലാകാരന്മാരും കരകൗശല വിദഗ്ധരും ശില്പികളുമെല്ലാം കുടുംബമായി വസിച്ചിരുന്ന പ്രദേശത്തിൻ്റെ നടുവിലാണ് ഈ ക്ഷേത്രം. നൂറ്റാണ്ടുകളായി വളരെ സജീവമാണ് ഇവിടം. AD 1020 ഈ ക്ഷേത്രം നിർമ്മിതമായത്. വർമ്മദേവ രാജവംശത്തിലെ ധർമ്മവംശവർദ്ധന എന്ന രാജാവാണ് ഇത് പണി കഴിപ്പിച്ചത്. അതിനു മുമ്പ് തന്നെ പ്രാദേശികമായ ആരാധനയുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒരു പ്രദേശമായിരുന്നു ഇവിടം. സുന്ദരവും അല്പം ദുരൂഹമായ കൊത്തുപണികളും ശില്പനിർമ്മാണവും ഒക്കെ നടന്നിരുന്ന ഒരു കാലമായിരുന്നു വർമ്മദേവ രാജവംശത്തിൻ്റെ കാലം. വിദഗ്ധരായ അനേക ശില്പികൾ അന്ന് ബാലിയിലുണ്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം പല മതിൽക്കെട്ടുകൾ കൊണ്ട് വേർതിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നിലേക്കും കടന്നു ചെല്ലുമ്പോൾ ബാലിയുടെ അത്ഭുതകരമായ ക്ഷേത്ര നിർമ്മാണ വിദ്യയാണ് നമ്മൾ കാണുന്നത്. എല്ലാം ഓലമേഞ്ഞ കെട്ടിടങ്ങളാണ്, പക്ഷേ നിരവധി പഗോഡകൾ പോലെ പടിപടിയായി പണിത മേൽക്കൂര. ലാവക്കല്ലും ചുവന്ന കട്ടയും ഓലമേഞ്ഞ മേൽക്കൂരയും, എന്തൊരു കോമ്പിനേഷനാണത്! നോക്കി ഈ മണ്ഡപങ്ങളുടെയൊക്കെ ഒരു പെർഫെക്ഷൻ. അതിൻ്റെ മേൽക്കൂര, തട്ട്, തറ, നിലം, ശില്പങ്ങൾ, ഇത് ആസ്വദിക്കാൻ തന്നെ ദിവസങ്ങൾ വേണ്ടിവരും. നടന്നു ചെല്ലുന്നത് ക്ഷേത്രത്തിലെ വാദ്യപ്പുരയുടെ അടുത്തേക്കാണ്. ഗാമലിൻ ഉൾപ്പെടെയുള്ള നിരവധി വാദ്യങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. പല നിരകളിലായിട്ട് കലാകാരന്മാരിരുന്ന് ഇവിടെ സംഗീതാർച്ചന നടത്തും. സംഗീതോപകരണങ്ങൾ തന്നെ ഓരോ കലാരൂപങ്ങളാണ്.
വീണ്ടും അടുത്ത കെട്ടിടത്തിന് മുന്നിലേക്ക് നടക്കുകയാണ്. ബാലിയിലെ ക്ഷേത്രങ്ങൾ ഒറ്റ കെട്ടിടമല്ല, നിരവധി കെട്ടിടങ്ങളുടെ ഒരു സമാഹാരം അല്ലെങ്കിൽ ഒരു സമുച്ചയം എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ അവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച. പിന്നെ സുന്ദരമായ പടിക്കെട്ടുകൾ, അതിലെ ശില്പവിദ്യ, എത്ര നേരം ചെലവഴിച്ചാലും എത്ര കണ്ടാലും മതിവരാത്ത കലാസാംസ്കാരിക കേന്ദ്രങ്ങൾ തന്നെയാണ് ബാലിയിലെ ഓരോ ക്ഷേത്ര കോംപ്ലക്സും. ഇവിടെ ഒരു കെട്ടിടത്തിൽ കുറേ ശില്പങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്, പുരാതനമായ കുറേ ശില്പങ്ങൾ. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഇവിടുത്തെ ചില ക്ഷേത്രാവശിഷ്ടങ്ങളെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. വീണ്ടും മുന്നോട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒരു കുളത്തിൻ്റെ വക്കിലേക്കാണ് എത്തുന്നത്. ഞാൻ ആ കുളത്തിൻ്റെ സമീപത്തേക്ക് നടന്നു. ഈ കുളത്തിനുള്ളിലും ചില ശില്പങ്ങളും നിർമ്മിതികളും ഒക്കെയുണ്ട്. ഒരാമയാണ് കുളത്തിലെ പ്രധാന ശില്പം. കുളത്തിനുള്ളിൽ ധാരാളം മത്സ്യങ്ങളുമുണ്ട്. ഈ ക്ഷേത്രക്കുളത്തിൻ്റെ ചുറ്റുമതിലും അതിമനോഹരമാണ്. ബാത്വാൻ എന്ന ബാലിനീസ് വാക്കിനർത്ഥം ശില എന്നാണ്. പുരാതന കാലത്ത് ഈ പ്രദേശത്തെ ജനങ്ങൾ പിതൃക്കൾക്ക് വേണ്ടി ചില അനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്ന വലിയ പാറകൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പ്രദേശത്തിന് തന്നെ ബത്വാൻ എന്ന പേര് വന്നത്. ആ ശിലകളുണ്ടായിരുന്ന സ്ഥലത്താണ് പിന്നീട് ക്ഷേത്രം നിർമ്മിച്ചത്. ജനങ്ങൾ പിതൃക്കളെ ആരാധിച്ചിരുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിതാൽ അവരത് സംരക്ഷിച്ച് നിലനിർത്തിക്കൊള്ളുമെന്ന് രാജാവിന് ഉറപ്പുണ്ടായിരുന്നു. അതുതന്നെയാണ് സംഭവിച്ചതും. ഇന്നും ക്ഷേത്രത്തിൻ്റെ സംരക്ഷണവും പരിപാലനവും ഇവിടുത്തെ ഗ്രാമീണരുടെ ചുമതലയാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന എല്ലാ കെട്ടിടങ്ങളും പഴയ കാലത്തേതൊന്നുമല്ല. പല കാലങ്ങളിൽ ഈ ക്ഷേത്രം പുതുക്കി പണിതിട്ടുണ്ട്. 13-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും വലിയ തോതിലുള്ള പുനരുദ്ധാരണം തന്നെ നടന്നിരുന്നു. ഏറ്റവും അവസാനമായി ക്ഷേത്രം പുതുക്കി പണിത് 1990-കളിലാണ്. 30,000 റുപ്പിയാണ് ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ഈ ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് ഫീസ്. രാവിലെ 9-നും വൈകുന്നേരം 6-നും ഇടയിലാണ് ടൂറിസ്റ്റുകൾക്കുള്ള സന്ദർശന സമയം. അതേസമയം ഭക്തരായ ഗ്രാമീണർക്ക് 24 മണിക്കൂറും ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട്. ഇത് അവരുടെ ക്ഷേത്രമാണല്ലോ. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഇവിടെ ഒരു സ്ത്രീ പൂത്താലങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. തെങ്ങോല കൊണ്ടാണ് പൂത്താലം ഉണ്ടാക്കുന്നത്. അത് രസകരമായ ഒരു കാഴ്ചയാണ്. ഞാൻ കുറേ നേരം അത് കണ്ടു നിന്നു. ആദ്യം കുരുത്തോല കൊണ്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കും ചതുരത്തിൽ. എന്നിട്ട് അതിനകത്തേക്ക് മൂത്ത തെങ്ങോല വിടർത്തി സ്റ്റാപ്പിൾ ചെയ്ത് വെക്കും. നെറ്റിയിൽ കുറിയൊക്കെ തൊട്ടൊരു സ്ത്രീയാണ്. കുറിയല്ല, എന്തോ ഒരു ധാന്യമാണ് നെറ്റിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ ക്ഷേത്രത്തിൻ്റെ ആ ഗംഭീര കോംപ്ലക്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ മടിച്ചു തന്നെയാണ് അതിലൂടെ നടക്കുന്നത്. പക്ഷേ പോകേണ്ട സമയമായി. എനിക്ക് യാത്ര തുടരണം. ഈ കെട്ടിടങ്ങൾ ആധുനീകരിക്കുന്നതിൻ്റെ പേരിൽ ആ ഓലമേഞ്ഞ മേൽക്കൂരയൊക്കെ മാറ്റി കോൺക്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ എത്ര അരോചകമായി മാറിയേനെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. നമുക്ക് പലപ്പോഴും നമ്മുടെ പുരാനിർമ്മിതികളെ സംരക്ഷിക്കുന്നതിൽ ഈ ഒരു കലാബോധം പുലർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് കേരളീയർ ലജ്ജയോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ബാത്വാൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കും ധാരാളം ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ദിവസവും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു ക്ഷേത്രമാണിത്. കാരണം ബാലിയിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കാണാൻ ഒരുക്കി വച്ചിരിക്കുന്ന കാഴ്ചകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ബാത്വാൻ ക്ഷേത്രം തന്നെയാണ്. അതിൻ്റെ മതിലിലെ കൊത്തുപണികൾ മുതൽ ക്ഷേത്രത്തിൻ്റെ ആഢ്യരൂപം വരെ ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ ക്യാമറകളിലല്ല പതിയുക, അവരുടെ മനസ്സിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ബാലിയിലേക്ക് വീണ്ടും വീണ്ടും സഞ്ചാരികൾ എത്തുന്നത്. ഒരിക്കൽ സന്ദർശിച്ചവർ വീണ്ടും വീണ്ടും വർഷം തോറും എത്തുന്ന പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് ബാലി, പ്രത്യേകിച്ച് ബാലിയിലെ ഉബൂദും പരിസര ഗ്രാമങ്ങളും. ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു. പടിപ്പുര കടക്കണം, തെരുവ് ക്രോസ് ചെയ്യണം. മുന്നിൽ കാണുന്ന വലിയ കെട്ടിടത്തിൻ്റെ അപ്പുറമാണ് പാർക്കിങ്. അവിടെ ചെന്ന് വയാൻ്റെ കാറിലേക്ക് കയറി ഞങ്ങൾ യാത്ര തുടരുകയാണ്. വയാൻ വളരെ രസികനായ ഒരു മനുഷ്യനാണ്, നല്ല സഹൃദയൻ. ആ പ്രദേശം പിന്നിട്ട് പോകുമ്പോഴും നമ്മളെ കൊതിപ്പിക്കുന്ന നിരവധി ക്ഷേത്ര കോംപ്ലക്സുകളെയാണ് നമ്മൾ പിന്നിടുന്നത്. അതിൻ്റെയൊക്കെ മുന്നിൽ പ്രത്യേക ആചാരങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച പന്തലുകൾ, പൂത്താലങ്ങൾ ഒക്കെ കാണാം. എത്ര ക്ഷേത്രങ്ങൾ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു എന്നുള്ളതിനൊരു കണക്കുമില്ല. ഗ്രാമങ്ങൾ പിന്നിട്ട്, അവിടുത്തെ മനോഹരങ്ങളായ വീടുകൾ പിന്നിട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ആകാശത്ത് നിന്ന് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിലൂടെ നമ്മൾ ഈ പ്രദേശത്തെ കാണുമ്പോൾ എല്ലാ കെട്ടിടത്തിൻ്റെയും മേൽക്കൂര ഓടിട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് പാരമ്പര്യത്തെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു ജനസമൂഹമാണ് ബാലിയിലേത്. ഞങ്ങൾ ഉബൂദ് പ്രദേശം പിന്നിട്ട് ഡെൻപാസർ ഏരിയയിലേക്ക് മടങ്ങിയെത്തി. ഇവിടെ അർജുനൻ്റെ വലിയൊരു പ്രതിമ കാണാം വഴിയുടെ ജംഗ്ഷനിൽ. അതിമനോഹരമായ ഒരു കൂറ്റൻ പ്രതിമ. അവിടവും പിന്നിട്ട് കടൽപ്പാലത്തിലൂടെ നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ബാലിയിലൂടെയുള്ള യാത്ര അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഇനി നാട്ടിലേക്ക് മടങ്ങേണ്ട നേരമാകുന്നു. പ്രേക്ഷകർ എൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു അനുഭൂതി ഒരുക്കാൻ വേണ്ടിയാണ് ഞാൻ ഓരോ വിശദാംശങ്ങളിലേക്കും ക്യാമറയുമായി പോയത്. ചിലരെങ്കിലും അതിനെ വിമർശിക്കുന്ന കാഴ്ചയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു യാത്രാവിവരണമാണെന്ന് എൻ്റെ പ്രേക്ഷകർ ഓർമ്മിക്കുക.
യാത്രയുടെ അനുഭവങ്ങളെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നൊരു പരിപാടിയാണിത്. ഞങ്ങൾ എയർപോർട്ടിലെത്തി. വയാനോട് യാത്ര പറയേണ്ട സമയമായി. സ്നേഹപൂർവ്വം ഞങ്ങൾ പിരിഞ്ഞു. ഞാൻ വിമാനത്താവളത്തിനുള്ളിലേക്ക് കയറി ചെന്നു. വൈകുന്നേരമാണ് എനിക്കിവിടെ നിന്ന് മലേഷ്യയിലെ കോലാലംപൂരിലേക്കുള്ള മലേഷ്യൻ എയർലൈൻസ് വിമാനം. ഞാൻ എയർപോർട്ടിലെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് എൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചത്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഗംഭീരമായ ചില ചൈനീസ് റെസ്റ്റോറൻറ്റുകളുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. പിന്നെ ഞാൻ ചെക്ക് ഇൻ നടപടിക്രമങ്ങൾക്കായി ഉള്ളിലേക്ക് നടന്നു. ഇപ്പോൾ ഞാൻ വിമാനത്തിനുള്ളിലാണ്. മലേഷ്യൻ എയർലൈൻസിൻ്റെ വിമാനത്തിൽ മടക്കയാത്രയാണ്. ഇനി കോലാലംപൂരിലേക്ക്. കോലാലംപൂരിൽ നിന്ന് രാത്രി വൈകി കൊച്ചിയിലേക്ക്. 3 രാജ്യങ്ങളിലൂടെയുള്ള യാത്രയുടെ അവസാന ഭാഗത്തിലേക്ക് അടുക്കുകയാണ്. കടൽ തീരത്തെ കണ്ടൽക്കാടുകൾക്ക് മുകളിലൂടെ പറന്ന് അല്പം മുമ്പ് ഉബൂദിൽ നിന്ന് ഞാൻ ഈ പ്രദേശത്തേക്ക് മടങ്ങിയെത്തിയ കടൽപ്പാലത്തിന് മുകളിലൂടെയാണ് വിമാനം പറക്കുന്നത്. മതി, ഇത്രയും മതി. ഇനി ഞാൻ എൻ്റെ ക്യാമറ ഓഫ് ചെയ്യുകയാണ്.